ശിവോഹം ഇന്ന് പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ ശിവന് ഈ പറയുന്ന കാര്യം ചെയ്താൽ ശത്രു ദോഷങ്ങൾ പറക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് സമയദോഷങ്ങൾ. അതോടൊപ്പം ആഗ്രഹിക്കുന്നതെന്തും ഭഗവാൻ നിങ്ങളിലേക്ക് വരും, നിങ്ങളിലേക്ക് തരും, നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതെന്തും മാത്രമല്ല, നിങ്ങളുടെ ഇതുവരെയുള്ള സമയം എത്ര കഷ്ടകാലമാണേലും ഈ പറയുന്ന കാര്യം ശിവന് ശരിയായിട്ട് വിശ്വാസത്തോട് ചെയ്താൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ്. ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം പറയുന്ന കാര്യം, ഈ ആശുപത്രിയിലൊക്കെ ICUവിലൊക്കെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിൻ്റോടൊപ്പം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ, അനുഭവം ഉണ്ടായ ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിനൊപ്പം, ബെറ്റർ ട്രീറ്റ്മെൻറ്റിനൊപ്പം നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും. കാരണം ഇപ്പം നമ്മുടെ എപ്പോഴും ആശുപത്രിയിലാകുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ഈയിടെ ആശുപത്രി ICU കിടന്നപ്പോൾ ഞാൻ ഈ ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവർ തിരിച്ചു വന്നു, എല്ലാം മാറി, ആശുപത്രിയിൽ തിരിച്ചു വന്നു, സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരാൾ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്ന പോലെയാണ് ഓരോരുത്തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് പ്രയോജനം ചെയ്യും, എഴുതി വെച്ചോണം, അല്ലെങ്കിൽ ബുക്ക് എഴുതി വെച്ച് മാറ്റിക്കോണം. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ആരെങ്കിലും അത്യാസന്നമായ ആശുപത്രിയിൽ കിടന്നാൽ ഇത് നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതിനോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം, അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയത്തിന് പോയി അന്വേഷിച്ചാലൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ബുക്ക് എഴുതി വെക്കണം, ആവശ്യമുള്ളപ്പം ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഈ കഴിഞ്ഞ ദിവസവും വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അവരുടെ ഒരാളുടെ വേണ്ടപ്പെട്ട ഒരാൾ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഞാൻ ICU കിടക്കുന്നവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ ചെയ്യാവുന്ന കാര്യം ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വേറെ ചില കാര്യങ്ങളുമാണ്, അനുഭവമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്ത് അവർ ആശുപത്രിയിൽ നിന്നെല്ലാം ഭേദമായി തിരിച്ചു വന്നു. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അല്ലെ ചുമ്മാ ആദ്യം ഇതൊന്നും പറയുന്നില്ലല്ല കാര്യം. ഒരാളുടെ ജീവിതത്തിൽ ഒരു ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യം, ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം, നല്ല കാര്യം, അത് പറയുന്നതാണ് ഈശ്വരൻ. അല്ല ചുമ്മാ എനിക്ക് വേണം എന്തെല്ലാം കാര്യങ്ങൾ ചുമ്മാ പറയാം, ഒരു ചുമ്മാ. പക്ഷേ ഈ നമ്മൾ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകൾ കാണും. പക്ഷെ ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. ഞാൻ ശിവ ഓരോ നിമിഷവും നിങ്ങൾക്കറിയില്ല ഞാൻ എന്തുമാത്രം ഭഗവാനെ ലയിച്ചായിരുന്നു പറഞ്ഞു തരുന്നത്. അതുപോലെ ഭഗവാനെ ലയിച്ചിരുന്നാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ക്രിയാകുണ്ടലിന് പ്രാണായാമം കിട്ടിയതും ഇപ്പോൾ ശിവവിദ്യ ചെയ്യുന്നതും എല്ലാം ഭഗവാനെ ലയിച്ചാണ്. അതുകൊണ്ട് നമ്മൾ സത്യമുള്ള കാര്യം പറയുള്ളൂ, നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക, അത് നിങ്ങളുടെ കാര്യം. എൻ്റെ അനുഭവങ്ങളും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പ്രാർത്ഥനയോടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കാണണം, മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവസാനം വരെ കാണണം. എൻ്റെ ഏതൊരു വീഡിയോ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവസാനം വരെ കാണും. ചിലപ്പോൾ അവസാനമായിരിക്കും വളരെ പ്രയോജനമുള്ളൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ അവസാനമായിരിക്കും പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു സാധനം കാണാതെ പോയാൽ ആ സാധനം എങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാം, അതിന് ചെയ്യാവുന്ന ഒരു രഹസ്യവിദ്യ. അത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞ് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്കൊരു അത്യാവശ്യമുള്ള ഒരു വസ്തു കാണാതെ പോയി. അപ്പോൾ അത് ഞാൻ എവിടെ തപ്പിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും, അല്ലാതെ പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ ഈ വിദ്യ പ്രയോഗിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഭഗവാന്റെ മുന്നേ വെച്ചാൽ പറയാം, ഞാൻ സത്യമുള്ള കാര്യം പറയത്തുള്ളൂ. എല്ലാം ഭഗവാനാണ് ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വേറെ ഒരു കാര്യം തപ്പി ചെന്നപ്പോൾ ഒരു പന്ന കൂട് കിടക്കുന്നു. ഇതെടുത്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പം ചുമ്മാ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്നു ഞാൻ തപ്പിയ ആ വസ്തു. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഒന്നുകൂടി, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നുകൂടി ഇത് വീഡിയോ പറയാം. ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ആർക്കെങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്ക് ഉപകാരപ്പെടുന്നപ്പോഴ. കാരണം ഒരാൾ ആധാരം കാണാതെ പോയി കിട്ടിയവരുണ്ട്. അത് ഒന്നല്ല, ഒരുപാട് ആളുകളുടെ ഒരു 3-4 പേരുടെയെങ്കിലും ആധാരം തിരിച്ചു കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു കിട്ടിയ ഇതുപോലെ. അപ്പോൾ ഇത് നമ്മളുടെ സമീപത്തുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട്. ഈ വിദ്യ ചെയ്താൽ കിട്ടുമെന്ന വിശ്വാസത്തോടെ പിന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും, അത്രയേ ഉള്ളൂ. ശരിയായിട്ട് ചെയ്താൽ അത് ഫലമുണ്ടാകും. ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തെല്ലാം എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ മരിച്ച വീടുകളായിരിക്കുമല്ലോ. അപ്പോൾ ഈ മരണദോഷങ്ങൾ സംബന്ധമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഈ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലർ പറയും അസുപഞ്ചകമുണ്ട്, അതുണ്ട്, ഇതുണ്ട്,
ഒക്കെ. അപ്പോൾ ഇത് ശരിയായിട്ട് അറിയാൻ വയ്യ, നിങ്ങൾ ഓടി നടക്കും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഈ പല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ചില കാര്യങ്ങൾ ചെയ്താൽ ഫലമുണ്ടാകും. അപ്പോൾ ഞാൻ ആ മരണദോഷങ്ങളെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർ കാണുക. പശുപഞ്ചകം എന്താണ്, അതിന് എത്ര 4 നിയമങ്ങൾ ശരിയാകണം, ഇത് ജനിച്ച സമയത്ത് ഗ്രഹനിലയിൽ ഉള്ള കാര്യങ്ങൾ, എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം, ഇതൊന്നും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. നിങ്ങളെ ആരും ഇട്ട് കറക്കത്തില്ല. പക്ഷെ അത് കാണുക. ഞാൻ അതിനെക്കുറിച്ചല്ല, മരണദോഷം എല്ലാ വീടുകളിലും മരിച്ച ആളുകളുണ്ടായിരിക്കുമല്ലോ. എല്ലാ വീടുകളും അതിൻ്റെ നമ്മൾ മരണദോഷ സംബന്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം ഉണ്ടായില്ലെന്ന് വിചാരിച്ചു. അപ്പം രക്ഷപ്പെടാനുള്ള ഒരു നല്ലൊരു കാര്യം പറഞ്ഞുതരാം. ആ ഒരു കാര്യം ചെയ്താൽ തന്നെ മാറ്റം വരും കേട്ടോ. പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ശിവക്ഷേത്രത്തിൽ പോവുക. ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഈ പറയുന്ന കാര്യം, അതായത് പൗർണമി, ശ്രദ്ധിച്ച് കേട്ടോണം, മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. പൗർണമി പൂജ ചെയ്യുക. പൗർണമി പൂജ എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ രാവിലെ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് രണ്ടും ഒന്ന് തന്നെയാണ്. പൗർണമി ദിവസം രാവിലെ മാത്രം ചെയ്യുന്ന പൂജയാണ്. അതിന് വലിയ പൈസയൊന്നും ആകത്തില്ല. വലിയ പൈസ പറയുന്നിടത്ത് ചെയ്യുകയും വേണ്ട കേട്ടോ. നമ്മളൊരിക്കലും നമുക്ക് ന്യായമായിട്ട് ശരിയാന്ന് തോന്നുന്നത് മാത്രം ചെയ്താൽ മതി. ചില ക്ഷേത്രത്തിൽ ഇപ്പം വലിയ തുക പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ചെയ്യണ്ട, ഇതിന് വലിയ പൈസയൊന്നും ആകത്തില്ല. പൗർണമി പൂജ അത് സാധാരണ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനിതൊക്കെ പലപ്പോഴും ചിലപ്പം കൊടുക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് വലിയ പൈസയൊന്നും വരുന്നതല്ല. അപ്പോൾ പൗർണമി പൂജ ചെയ്യുക. ഇനി പൗർണമി പൂജ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൗർണമി ദിവസം ശിവന് എണ്ണ, മാല, അർച്ചന. എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു 20 രൂപയുടെ എള്ളെണ്ണ അല്ലെങ്കിൽ 30 രൂപയുടെ എള്ളെണ്ണ, മാല, കൂവളത്ത് മാല, അർച്ചന, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന, ഒരു കുപ്പി നെയ്യ്, പാൽപ്പായസം, ഇത്രയും ചെയ്താലും മതി. അല്ലെങ്കിൽ പൗർണമി പൂജയായിട്ടുണ്ടെങ്കിൽ പൗർണമി പൂജ രാവിലെ മാത്രം ചെയ്താൽ മതി. ഇത് സാധിക്കുന്ന ഒരു തവണയെങ്കിലും ആദ്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേണമെങ്കിൽ ഇത് ആവർത്തിക്കുന്നവരുണ്ട്, മാസത്തിൽ 1 വീതം, അല്ലെ 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ആവർത്തിക്കുന്നവരുണ്ട്, മാസം ആവർത്തിക്കുന്നവരുണ്ട്. അതായത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിക്കുക. ആവർത്തിക്കുന്നതുകൊണ്ട് ഏതായാലും നിങ്ങളുടെ എല്ലാ ശത്രുദോഷങ്ങളും പറക്കും. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക്, നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം പക്കനാൾ തോറും ശ്രദ്ധിച്ച് കേട്ടോണം, ഇതുകൂടെ ചെയ്യണം. പക്കനാൾ തോറും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ രാവിലെ മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലെ അർച്ചന, നെയ്യ് ഇത് സമർപ്പിക്കുക. ഗണപതി ഹോമത്തിൽ രാവിലെ പാൽപ്പായസം ഭാഗ്യസൂക്തം കൊണ്ട് ഹോമിക്കാൻ തിരുമേനോട് പറയണം, അതവർ ഹോമിച്ചോളും. അതും കൂടി പക്കനാൾ തോറും ആവർത്തിക്കുക. ഇത്രയും കാര്യം നിങ്ങൾക്ക് ആവശ്യം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധിക്കുന്ന പോലെ ഇത് പക്കനാളിന് ശിവക്ഷേത്രത്തിൽ രാവിലെ കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ചെറിയ കുപ്പി നെയ്യ്, പിന്നെ രാവിലെ ശിവക്ഷേത്രത്തിൽ. അതോടൊപ്പം ഗണപതി ഹോമത്തിൽ നിങ്ങൾ ഭാഗ്യസൂക്തം കൊണ്ട് ഗണപതി ഹോമത്തിൽ പാൽപ്പായസം ഹോമിക്കുക. അത് പക്കനാളിലൊന്ന് രാവിലെ ചെയ്യണം. പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം, അതും ചെയ്യണം. അത് മാസത്തിൽ 1 വീതം ഇത്രയും സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇതോടൊപ്പം പൗർണമി പൂജയും മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഇത് ശരിയായിട്ട് ചെയ്തവരുടെ ജീവിതത്തിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആവർത്തിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇന്നലെ വരെയുള്ള ജീവിതം എന്തുമായിക്കോട്ടെ, ഇനിയുള്ള ജീവിതം ഏറ്റവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്തോഷവും സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടിയ ജീവിതം ഉണ്ടാകാൻ ഇത് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സും ഭഗവാനിൽ സമർപ്പിക്കണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഇനി നമുക്ക് ഈശ്വരൻ തന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മുടെ പരിശ്രമവും അതുപോലെ ചെയ്യുകയും കൂടെ വേണം. ഒരുപാട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കടന്നു വരാനും നമ്മളുടെ തടസ്സങ്ങൾ മാറാനും നമ്മളുടെ എതിരെ വരുന്ന ഏതൊരു പ്രതിസന്ധികൾ, അതായത് സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ മാറിക്കിട്ടാനും ആര് നമുക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് നമുക്ക് ഏക്കത്തില്ല എന്ന് മാത്രമല്ല, അത് വന്നിടത്തോട് തിരിച്ചു പോകും. ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം ദേവാദിദേവൻ മഹാദേവൻ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മഹാദേവൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, അപ്പം അതിന് കൃത്യമായി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന
വിദ്യകളാണ് ഈ പറഞ്ഞു തന്നത്. ഇത് ഈ പറഞ്ഞ രീതിയിൽ ശരിയായി മനസ്സിലാക്കി ശരിയായ വിശ്വാസത്തോട് ചെയ്താൽ അത് മതി. സകല സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഇന്നലെ വരെയുള്ള ജീവിതം എങ്ങനെയാണേലും അതെല്ലാം മറന്നേക്കുക. ഇന്നു മുതൽ ഈ ഭഗവാനെ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നിടം മുതൽ ഈ വഴിപാട് ചെയ്യുന്നിടം മുതൽ പുതിയൊരു ജീവിതം നിങ്ങൾക്കുണ്ടായി വരും. നിങ്ങൾക്ക് ഭൂമി മേടിക്കാത്തവർക്ക് ഭൂമി, വീട്, സമ്പത്ത്, ഐശ്വര്യം, മക്കൾക്ക് നല്ല ജോലി, മക്കളൊക്കെ നല്ല നിലയിലാകുക. ആരും മോശമായൊരു കൂട്ടുകെട്ടിലും പോകത്തില്ല. മോശമായ ഒരു കുടുംബവും നശിക്കത്തില്ല. സുഹൃതിക്ഷയങ്ങൾ ഉണ്ടാകത്തില്ല. ഈ എപ്പോഴും ദുരിതങ്ങൾ കൊണ്ട് നിറയുന്ന കുടുംബങ്ങളുണ്ട്. അതെല്ലാം മാറിക്കിട്ടും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരുന്ന ഭഗവാന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്ന കാര്യമാണ്. ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിൽ യാതൊന്നുമില്ല. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം, ഓം ശിവം സർവം ശിവോഹം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അതാണ് ആ ഒരു ഭഗവാനാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞു തരുന്ന ഭഗവാന്റെ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ആവശ്യമുള്ളവർ, ഇഷ്ടമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഗുണങ്ങളുണ്ടാവും. ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആരെങ്കിലും ആശുപത്രിയിൽ, ICUവിലോ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം ഒരു ആശുപത്രിയിൽ നമുക്ക് പോരാൻ തോന്നിയാൽ വേറെ ആശുപത്രി കൊണ്ടുപോയി നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്നത് മൃത്യുഞ്ജയ അർച്ചന 12 ദിവസം അടുപ്പിച്ച് രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. സാധാ മൃത്യുഞ്ജയ അർച്ചന, കൂവളത്തില കൊണ്ട് മൃത്യുഞ്ജയ അർച്ചന ചെയ്യേണ്ട. മൃത്യുഞ്ജയ അർച്ചന മാത്രം, സാധാ മൃത്യുഞ്ജയ അർച്ചന, കൂവളത്തില കൊണ്ട് ചെയ്യേണ്ട. ചിലത് പറയും കൂവളത്തില കൊണ്ട് മൃത്യുഞ്ജയ അർച്ചന ചെയ്യണമെന്ന്. കൂവളത്തില കൊണ്ട് ചെയ്യേണ്ട. സാധാ മൃത്യുഞ്ജയ അർച്ചന എന്ന് വെച്ചാൽ സാധാരണ ഉദ്ദേശിക്കുന്ന കൂവളത്തില കൊണ്ട് ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ചിലർ കൂവളത്തില കൊണ്ട് ആണെന്ന് ചിന്തിക്കാറുണ്ട്. കൂവളത്തില കൊണ്ട് ചെയ്യണം ഞാൻ എടുത്ത് പറയും. മൃത്യുഞ്ജയ അർച്ചന 12 മൃത്യുഞ്ജയ അർച്ചന എന്ന് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട. 12 ദിവസം അടുപ്പിച്ച് ശിവക്ഷേത്രത്തിൽ രാവിലെ ചെയ്യുക. ചെയ്യുന്ന തിരുമേനി നല്ല ഒരു വിശ്വാസത്തോട് ചെയ്യുന്ന തിരുമേനി ആയിരിക്കണം. നന്മയുള്ള ആളായിരിക്കണം. ആ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളുള്ള ആളായിരിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ കൂടെ ഉണ്ടാകണം. തിരുമേനിക്ക് ഒരു ദക്ഷിണ സന്തോഷമായിട്ട് കൊടുക്കണം. 12 ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ അടുപ്പിച്ച് ചെയ്യാൻ നിങ്ങൾ ഏർപ്പാട് ചെയ്താലും മതി. ശരിയായിട്ട് ചെയ്താൽ അത് നന്നായിട്ട് ഫലമുണ്ടായ കാര്യങ്ങളാണ്. പിന്നെ ഗണപതി ഹോമത്തിൽ 7 ദിവസം അടുപ്പിച്ച് ശിവക്ഷേത്രത്തിൽ 12 കറുക എടുത്ത് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഗണപതി ഹോമത്തിൽ ഹോമിക്കണം. തിരുമേനിമാരോട് പറഞ്ഞ് അവർ ചെയ്യും. അങ്ങനെ 7 ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ഒരുപാട് ഫലം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ എല്ലാം ഈശ്വരൻ്റെ കയ്യില്ല. നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതോടൊപ്പം ഇതുപോലെയുള്ള നല്ല പ്രാർത്ഥനകൾ ചെയ്യുക എന്നുള്ളതാണ്. ആരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയത് പറഞ്ഞു തരുന്നത്. കുറച്ചുകൂടി ആരെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞു തരുന്നത്. വേറൊരു ചിന്തയില്ല. ഇപ്പം ഒരാൾക്ക് അച്ഛൻ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെടുന്നു, അത് ഒരു വല്ലാത്ത ദുഃഖം തന്നെയാണ്. അല്ലെ സഹോദരൻ നഷ്ടപ്പെടുന്നു, അല്ലെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നു, വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യം, പിന്നെ ബാക്കിയും വിധി ആർക്കും മാറ്റിമറിക്കാൻ പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യം നമ്മൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി വേറെ ചില കാര്യങ്ങളൂടെ പറഞ്ഞു തരാം. ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചിലർക്ക് ചില കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ പറയുന്നത്. ആ നിലയിൽ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. തിങ്കളാഴ്ച ശിവന് നിങ്ങൾ ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നേരുന്നത് നല്ലതാണ്. എന്നിട്ടൊരു അത് ഏത് ദിവസം വേണമെങ്കിലും നേരാം. രാവിലെ കുളിമുറി എന്ന് വെള്ള വസ്ത്രം കൊടുത്ത് കുളിച്ചീറനോടെ കിഴക്കോട് തിരിഞ്ഞു നിന്ന് നേരുക. എന്നിട്ടൊരു തിങ്കളാഴ്ച പോയി അത് ചെയ്യുക. അതും ഇതുപോലെയുള്ള ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നതിനൊക്കെ നല്ലൊരു പ്രാർത്ഥനയാണ്. ഫലം കണ്ടിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ, കേട്ടോ. ഇത് അനുഭവമുള്ള കാര്യങ്ങളെ പറയുന്നത്, അല്ലാതെ ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, അല്ലെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ ട്രീറ്റ്മെൻറ്റും നല്ല ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന പ്രാർത്ഥന ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യമാണെന്നല്ലേ പറയുന്നത്. പിന്നെ തിങ്കൾ മുതൽ ഞായർ വരെ, ഇത് ഞാൻ ഈയിടെ ചെയ്ത കാര്യമാണ്. എൻ്റെ ഒരാൾ ക്രിട്ടിക്കലായിട്ട് ICU കിടന്ന് 48 മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഒരവസ്ഥയിൽ ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ അവർക്ക് എല്ലാം റിലീഫായി, എല്ലാം മാറി ആശുപത്രിയിൽ തിരിച്ചു വന്നു.
അപ്പം അത് ഞാൻ പറഞ്ഞു എന്നാലും ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന പറയട്ടെ. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇത്രയും ദിവസങ്ങളിൽ രാവിലെയെല്ലാം ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. വൈകുന്ന പാട് ജലധാര ഒഴിച്ച് മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം വൈകുന്ന പാടെല്ലാം ചെയ്യണം. ശിവക്ഷേത്രത്തിൽ തിരുമേനിയെ ഏൽപ്പിക്കുകയാണ്, നല്ലതായിട്ട് ചെയ്യുന്ന തിരുമേനിയാണ്. ഞാൻ ഏൽപ്പിക്കുകയായിരുന്നു, എനിക്ക് എല്ലാ ദിവസവും പോകാനൊന്നും പറ്റിയില്ല, പക്ഷെ അത് ഫലമായി. പായിപ്പാട് പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ, അതായത് എൻ്റെ ഓഫീസ് ചങ്ങനാശ്ശേരി 4 കോടിയിലാണ്, അതിന് തൊട്ടടുത്ത് വരുന്ന ക്ഷേത്രമാണ് പായിപ്പാട് പുത്തൻകാവ് ഭഗവതി ടെമ്പിൾ. അതും ഞാൻ തിരുമേനിയെ എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുമായിരുന്നു. 7 ദിവസം അടുപ്പിച്ച് എണ്ണാഭിഷേകം ഭദ്രകാളിക്ക് സർവ്വരോഗ ശമന സൂക്തമുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ചെയ്തത്. അത് ഫലമായി, അസുഖമെല്ലാം മാറി. വളരെ ക്രിട്ടിക്കലായി തിരിച്ചു വന്നു. പക്ഷേ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കണം, അതിൻ്റെ കൂടെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആ 2 കാര്യങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യണ്ട. ഒന്നുകിൽ ആദ്യം പറഞ്ഞ 2 കാര്യം ചെയ്യാം. മൃത്യുഞ്ജയാർച്ചന 12 ദിവസം ശിവക്ഷേത്രത്തിൽ, പിന്നെ ഗണപതി ഹോമത്തിൽ 12 കറുക 7 ദിവസം മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഹോമിക്കുക. ഇത് രണ്ടും ചെയ്യാം. അല്ലെങ്കിൽ ഈ താഴെ പറഞ്ഞ 2 തിങ്കളാഴ്ച ദിവസം മുതൽ ഞായറാഴ്ച വരെ ഈ പറഞ്ഞ കാര്യവും, പിന്നെ ഒരു തിങ്കളാഴ്ചത്തേക്ക് ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് ശിവനെ നേരുക. അത് രണ്ടും ചെയ്യാം. എല്ലാം കൂടെ ചെയ്യണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം. പലർക്കും പലതാണല്ലോ പറ്റുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇതും ഫലമുണ്ടായ കാര്യമാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് അമ്മയോട് വളരെ സ്നേഹമാണ്. അപ്പോൾ അമ്മ ഒരു ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടായിട്ട് ആശുപത്രിയിലാണ്. നല്ല ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാൻ ചോദിച്ച് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാമോ. കാരണം അദ്ദേഹത്തിന് അമ്മയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്കും വളരെ ഒരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു വിദ്യ ഇനിയും പറഞ്ഞു തരാൻ പോകുന്നത്. അത് ചെയ്ത് അമ്മ നല്ലൊരു ആരോഗ്യത്തിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു വിദ്യയാണ്. പിന്നെ നമുക്ക് വിധി ആർക്കും മാറ്റിമറിക്കാൻ പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ചെയ്യുക, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന പ്രാർത്ഥന ചെയ്യുക. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഏത് വ്യക്തിക്കാണോ ചെയ്യുന്നത്, ആരാണോ ആശുപത്രിയിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന അല്ലെ ബുദ്ധിമുട്ടുള്ളത്, അവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം ആ വ്യക്തിയുടെ പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം, പക്കനാളിൻ്റെ തലേന്ന് മുതൽ ഒരു 7 ദിവസം അടുപ്പിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമത്തിൽ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഹബീസ് ഹോമിക്കാൻ തിരുമേനിയോട് പറയണം. അത് തിരുമേനിക്ക് ഇഷ്ടമുള്ള 12 രൂപ 36 രൂപ അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചെയ്യാം. എത്ര തവണ ഹോമിക്കണമെന്നുള്ളത് ഇങ്ങനെ 7 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറയാം. തിരുമേനിമാർക്കറിയാം, അവർ ചെയ്തോളൂ. ദക്ഷിണ കൂടെ കൊടുക്കുക. അത് ഫലമായ കാര്യമാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ചാൽ പറഞ്ഞു തരുന്നത് കേട്ടോ. പ്രയോജനപ്പെടുന്നുണ്ട് പലർക്കും, പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ആളുകൾക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. ഏറ്റവും പ്രധാനം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു ആശുപത്രി കുറവില്ല, വേറെ നല്ല ഡോക്ടറെ കാണാൻ വേറെ ആശുപത്രിയിലോട്ട് മാറണം. പിന്നെ അതോടൊപ്പം ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, ആ നിലയിൽ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈശ്വരനെ വിളിക്കുക, ബാക്കിയല്ല ഈശ്വരൻ്റെ കയ്യിലാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഈ പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരാൾ ഒരു വീട്ടിൽ മരണം ഉണ്ടായി. എല്ലാ വീട്ടിലും മരണങ്ങൾ ഉണ്ടായിട്ടുള്ള വീടുകളാണല്ലോ എല്ലാം, ആരെങ്കിലും മരിക്കാത്ത വീടുകളില്ലല്ലോ. അപ്പം മരണസംബന്ധമായ ദോഷങ്ങൾക്ക് പലതും ചെയ്തിട്ട് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന ചെറിയ കാര്യം ചെയ്തു നോക്കുക. അതായത് ഏത് കുടുംബത്തിലാണെങ്കിലും അവസാനം മരിച്ച ആൾ, അയാളുടെ പേരും അയാൾ മരിച്ച നക്ഷത്രവും എടുക്കുക. എന്നിട്ട് അയാൾ മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രം വരുന്ന അന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ, എല്ലാ ശിവക്ഷേത്രത്തിലും ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന ക്ഷേത്രത്തിൽ, അത് അടുത്തല്ല ദൂരെയാണെങ്കിൽ പോലും ചെയ്യുന്ന ശിവക്ഷേത്രത്തിൽ ചെയ്യാം. പിതൃപൂജ ചെയ്യണം. പറ്റുമെങ്കിൽ തിലഹോമം കൂടെ ചെയ്യണം. അപ്പം തലേ ദിവസമേ ഇത് ചെയ്യിപ്പിക്കുന്ന ആൾ, വീട്ടിൽ നിന്ന് പോയി ചെയ്യിപ്പിക്കുന്ന ആൾ ഒരിക്കലെടുക്കുന്നതല്ല. ഇനി അവർക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലെടുക്കണ്ട, പ്രാർത്ഥനയോടെ ചെയ്താൽ മതി. ഒരിക്കലെടുക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ള ആളാണെങ്കിൽ തലേദിവസം ഒരിക്കലെടുക്കുക. രാവിലെ ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാം, വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാം, വെള്ളം കുടിക്കുക. വൈകിട്ട് ചപ്പാത്തി ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാം, വെള്ളം കുടിക്കുക. ഒരു നേരം അരി ആഹാരം കഴിക്കാവുള്ളൂ, ബാക്കി നേരം ചപ്പാത്തി ഫ്രൂട്ട്സോ കഴിക്കുക, വെള്ളം കുടിക്കുക. വെള്ളം 3 നേരം എപ്പോഴും കുടിക്കുക. പക്ഷേ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക, ബാക്കി നേരം ചപ്പാത്തി ഫ്രൂട്ട്സോ കഴിക്കുക. 3 നേരം എല്ലാ സമയം വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിക്കാനും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനിയും ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവർ ഇതൊന്നും ചെയ്യേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുക്കുക. എന്തെങ്കിലും ഒരു ദാനധർമ്മവും കൂടെ ചെയ്യുക. എന്നിട്ട് ഈ ആളുടെ പിറ്റേ ദിവസം മരിച്ച മാസം മരിച്ച നാൾ വരുന്ന അന്ന്
ശിവക്ഷേത്രത്തിൽ പോയി പിതൃപൂജയും തിലഹോമം ചെയ്യുക. ഇനി തിലഹോമം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളപ്പം ചെയ്താൽ മതി, പിതൃപൂജയെങ്കിലും ചെയ്യുക. ഫലമാണത്. എന്നിട്ട് ഈ അവിടെ തിരുമേനയ്ക്ക് ഒരു മുണ്ട്, വെള്ള ഒറ്റമുണ്ടോ ഒക്കെ ഒരു അതിൻ്റെ കൂടെ ഒരു ദക്ഷിണയും കൂടെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഫലമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ലതായിട്ട് വരും. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ഫലമില്ലെങ്കിൽ ഇത് ചെയ്യുക, ഫലമുണ്ടാകും. അതാണ് വിശ്വാസത്തോടെ ചെയ്താൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കാണാതെ പോയ സാധനങ്ങൾ കിട്ടാനുള്ളൊരു രഹസ്യവിദ്യയാണ്. അത് ഞാൻ പറയാൻ കാര്യം ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ ഗുണമായിട്ടുണ്ട്. എനിക്ക് ഈശ്വരൻ തന്ന ഒരു ജ്ഞാനമായി പറഞ്ഞു തരുക. ഈയിടെ എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് പറഞ്ഞു തരികയാണ്. ഇപ്പം എൻ്റെ ഉദാഹരണം പറയാം. ഇപ്പം ഈ ഒരു ഉദാഹരണം, എൻ്റെ ഈ മൊബൈലാണ് കാണാതെ പോയെന്ന് വിചാരിച്ചു. ഉദാഹരണം, അപ്പം ഇത് കാണുന്നില്ല, ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. അപ്പം ഞാൻ എടുക്കണം ഈ മൊബൈലിൻ്റെ ഈ ചിത്രം, ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുക, നന്നായിട്ട് കാണുക. കണ്ടിട്ട് ഞാനീ തപ്പുന്ന സമയവും ഈ മൊബൈൽ എവിടെയെങ്കിലും ഇപ്പോൾ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, അതങ്ങ് ഉറപ്പിക്കുക. അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് മനസ്സിനോട് ചോദിക്കണം അത് എവിടെയാണെന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് പിന്നെ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. ഇത് ഇന്നല്ലേ നാളെ അല്ലേ 2 ദിവസം കഴിഞ്ഞാണെങ്കിലും നമ്മൾ എന്തെങ്കിലും തപ്പി ചെല്ലുമ്പോൾ നമ്മൾ ആ വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തും. അത്ഭുതകരമായൊരു വിദ്യ. ഇതൊരുപാട് ആളുകൾക്ക് ഞാൻ തന്നെ പറഞ്ഞ് പ്രയോജനം ചെയ്ത വിദ്യയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം കാണാതെ പോയൊരു സാധനം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്, പക്ഷേ എങ്കിലും ഈ വിദ്യ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും, വേണമെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചോളാം. ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ അടുത്ത് ആ വസ്തു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരം ചെയ്യും. നിങ്ങൾ അതിലേക്ക് ചെന്നെത്തും. അത് നശിപ്പിക്കപ്പെട്ടു പോയെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് പോയെങ്കിലോ ചിലപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ പരിസരത്തുണ്ടെങ്കിൽ കിട്ടാൻ ഏതെങ്കിലും ഒരു സാധ്യത കൊണ്ട് അത് കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് ഗുണമുണ്ടായ കാര്യമാണ്. ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.